കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെൻ്റെ പൊന്നുമ്മ. രാപ്പകലെനിക്കായി കൂട്ടിരുന്ന സഹനക്കടലാ. ആദിരാവിലുറങ്ങാതെ എനിക്കായി കൂട്ടിരുന്ന ആ ഹൃദയം ഇന്ന് ആരടി മണ്ണിലാണെന്ന. രാപ്പകലെനിക്കായി കൂട്ടിരുന്ന സഹനക്കടലാ. കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെൻ്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരൂല ആ പൂമഹിമ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അങ്ങനെ ടൂറും പെരുന്നാളും ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ സിനൂസ് കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് സിനൂസ് കിച്ചണിൽ എത്തിയപ്പോഴേക്കും ഞാൻ കുറച്ച് നേരം വൈകി, ഇറങ്ങി നീച്ചപ്പോഴേക്കും കുറച്ച് നേരം വൈകി. അപ്പോൾ ഒന്ന് കുറച്ച് സ്പെഷ്യലും കാര്യങ്ങളും നമ്മളിവിടെ വന്നു എന്നുള്ളത് അറിയിച്ചതാണല്ലേ ഗായ്സ്. അപ്പോൾ ഉമ്മാൻ്റെ പേരേന്ന് ഉമ്മ ചക്ക കൊടുന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്ത് ചക്കയാണിത്? വരിക്കച്ചക്കട ചോള കണക്കിന് തൊടുത്തൊടുത്തൊരു കല്യാണി, തൊടുത്തൊടുത്തൊരു കല്യാണി. കോടക്കളയിൽ വാവടിയാടുമ്പോൾ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം. മൂർച്ചയുള്ളൊരു നോട്ടമാ, കാലിടറണ് വയറിളകണ് ചക്ക തിന്നതു പണിയായി. ഓക്കെ ഗൈസ്, അങ്ങനെ വരിക്ക ചക്കയാണ് ഇന്ന് ഉമ്മാൻ്റെ സ്പെഷ്യൽ. ചക്ക കൂട്ടാനൊക്കെ ഉണ്ട്. ഇതാ ഇന്ന് ചക്കക്കൂട്ടാൻ. പിന്നെ ഇതെന്താ വെള്ളപ്പയർ കറി. ഇഷ്ടമല്ല, എനിക്കെന്തോ ചക്കക്കൂട്ടാനോട് ഇഷ്ടമല്ല. ചക്ക പഴുത്തത് ഞാൻ തിന്നു, പഴഞ്ചക്ക ഞാൻ തിന്നു. പഴഞ്ചക്ക ഒക്കെ പണ്ട് കഴിക്കുമ്പോൾ നെന്നത്തിരുന്നിക്കണല്ലേ മാ. അപ്പോൾ ഗൈസ്, കുറേ ദിവസമായി നമ്മൾ ചാനലിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടോ, അതായത് കുക്കിംഗ് വീഡിയോസ്. അപ്പം ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അതിൻ്റെ ഇടയിൽ അവൾക്കൊരു കല്യാണം ഉണ്ട് പോലെ കസിൻ്റെ, അതാണ് പ്രശ്നം. എന്നാൽ ഈ മാസം കുക്കിംഗ് ഇല്ലാതെ അങ്ങനെ പോയിക്കോട്ടെ അല്ലേ. എന്ത് പക്ഷേ കുക്കിംഗ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിലും മറ്റ് ഇതര വ്ളോഗുകളും ഇതിൽ വരുന്നതാണ്. അതായത് ഓലെ വീട്ടിൽ ഓലെ കസിൻ്റെ കല്യാണം വരുന്നുണ്ട്, ഓല് സർപ്രൈസുകൾ പ്ലാൻ ചെയ്തിരിക്കണ്, അതെല്ലാം ഇതിൽ ഇടുന്നതാവും. പിന്നെ നിക്കാഹ് തൊട്ട് കല്യാണം വരെയുള്ളതൊക്കെ ഓളെ ആങ്ങളെ പറഞ്ഞിരിക്കണ് യൂട്യൂബിൽ വീഡിയോ വേണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എൻ്റെ കല്യാണം യൂട്യൂബിൽ ഉണ്ടായിരിക്കണം. ഓലെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഇട്ട് കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഇടും. ഓലെ തറവാട്ടിലെ അവസാനത്തെ കല്യാണവും ആദ്യത്തെ കല്യാണവും അവസാനത്തെ. ചക്കക്കൂട്ട ഇവിടെ ഇതല്ല, അങ്ങനെ ചക്കക്ക് വരെ എന്താ അപ്പോൾ ഈ ടേസ്റ്റ് അല്ല. എനിക്ക് തോന്നുന്നു ഓരോരുത്തരും ഓരോ കൈപ്പുണ്യല്ലേ. അന്ന് ചക്കരൻ്റെ അവിടെ നിന്ന് വേറെ ടേസ്റ്റ് ഓരോരുത്തരുണ്ടാക്കുമ്പോൾ. ഇപ്പം മീൻകറി ഒരുപോലെ വെക്കുകയാണെങ്കിൽ വേറെ വേറെ ആൾക്കാർ ഉണ്ടാക്കണ വേറെ വേറെ ടേസ്റ്റ് ചെയ്യും. ചക്കരയുടെ വെളുത്തുള്ളി ഉണ്ടാവും. നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ ഗൈസ്. പച്ചമുളകൊക്കെ പാടെ തേങ്ങയിലിട്ട് ചതക്കത്തി. അതുപോലെ രസമുണ്ട്. അവർക്ക് ചക്കരക്ക് ഇങ്ങനത്തെ ചക്കക്കൂട്ടാൻ വേണമെന്ന് പറയാ. സൈനൂന് ഓലമ്മ ഉണ്ടാക്കിയ ചക്കക്കൂട്ടാൻ വേണമെന്ന് പറയുന്നത് അല്ലേ. മീൻ പൊരിച്ചത് വേണോ? ചൂത മീന് ഇന്നലെ മെഹർ കൊടുന്നത്. ഓക്കെ, മീൻ പൊരിച്ചത് വലിയ ഇഷ്ടമില്ല ഗൈസ്. അങ്ങനെ ഒരു ചക്ക ഇങ്ങനെ ഇതങ്ങനെ എടുക്കുക, അതിലേക്ക് ലേശം അച്ചാറിലിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കഴിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക. അടിപൊളിയാ. ചക്ക കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കിയാൽ ഞാൻ തോന്നുന്നു. ഓക്കെ, ഉമ്മതാ ഈ പുറത്തിരുന്ന് ചക്ക
എങ്ങനെയാണ് പൊളിക്കാന്ന് കാണിച്ചത്. പുളിപ്പുള്ളത് നിനക്ക് വേണ്ട, നമുക്ക് നല്ല മതി. നമുക്ക് ആ ഫ്രണ്ടിൽ 4 പല്ലുകൊണ്ട് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. നിങ്ങൾ ഹിപ്പോപ്പൊട്ടാമസിന്റെ പല്ലുകൊണ്ട് പോകണോ, അതിന്റെ അണ്ണാക്കിൽ വെച്ചോട്ട് അതിന് തിന്നാൻ കഴിയില്ല. കാരണം എന്താ, അവിടെ ഒന്നും പല്ലില്ല. അതിങ്ങനെ ഉന്തി ഉന്തി നാവുകൊണ്ട് തള്ളി തള്ളി ഫ്രണ്ടിൽ കൊണ്ടുവരും. ഉമ്മാക്ക് ആ ഫ്രണ്ടിൽ നിൽക്കണ 4 പല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ തള്ളി തള്ളി തള്ളിയിട്ടാണ് കട്ട് ചെയ്യുന്നത് ഗൈസ്. ഉമ്മാനെ നമുക്കൊന്ന് റീ എഡിഷൻ ചെയ്യണം. അതായത് ഫ്രണ്ടിൽ 4 പല്ല്, പിന്നെ ഒരു ഗ്ലോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇതാണ് ചക്ക. 1ാം തരം വരിക്ക ചക്കയാണ്. ആ വരിക്ക ചക്ക നമ്മളെന്താക്കും, ഇവിടെ ഇരുന്നിട്ട് കഴിക്കും. ചക്കക്കൂട്ടം ഇഷ്ടമല്ല, എനിക്ക് പഴുത്ത ചക്ക ഇഷ്ടമുള്ളൂ. തറവാട്ടിൽ വേറൊരു ചക്ക ഉണ്ടാവാണ്ട്, ഒരു ചുവപ്പ് കളർ, അത് ഉണ്ടായിരുന്നമ്മ ഗൈസ്. ഇതൊക്കെ നല്ല കട്ടിയുള്ള ചക്കച്ചോള ഉണ്ടല്ലേ, നല്ല മധുരം കിട്ടും. ഉമ്മ പറഞ്ഞ പൊളിയൊന്നുമല്ല. അങ്ങനെ ചക്ക കൂട്ടാനൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ. അപ്പം ഇന്ന് ഞാൻ മെയിനായിട്ട് വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, കുറേ വീഡിയോ എടുക്കണവർ കുറേ എന്നോട് ചോദിച്ചു, ഇനി വൈറ്റ് കിച്ചണ് നമ്മൾ മാത്രമല്ല കേട്ടല്ല, അങ്ങനല്ല നമുക്ക് ഉണ്ടായതുകൊണ്ടാവും, നമ്മളറിയുന്ന കുറച്ച് ആൾക്കാർ ചോദിച്ചു ഇനി വൈറ്റ് കിച്ചൺ എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട്. ഇപ്പം ഒരു 4 മാസം കഴിയില്ലേ, 4 മാസം. അപ്പം എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കിച്ചൺ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, നിങ്ങൾക്ക് വൈറ്റ് കിച്ചൺ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണം. അത് നമ്മൾ ആഗ്രഹം പറയുമ്പോൾ നമ്മൾ തിരിപ്പിക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുക. ചിലപ്പം കറാവും, മനുഷ്യന്മാർ മരിച്ചു പോയില്ലേ, ചിലപ്പോൾ കറാവും. നമ്മോട് കഴിയണം നമ്മൾ വൃത്തിയാക്കുക, വൃത്തിയിൽ കൊണ്ടെടുക്കാൻ നോക്കുക. അപ്പോൾ കറയൊക്കെ ആവുന്നുള്ളതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുക. എനിക്ക് ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിന്, ഇപ്പം അത് മാറി കുറച്ച്. അപ്പോൾ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എടുക്കുക. മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലാണ്. വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലത എന്നുള്ളതാണ്. എല്ലാവരും ബെഡ്റൂമിനാണെങ്കിലും വീടിനാണെങ്കിലും വൈറ്റ് അടിക്കണം. എന്താ, വൈറ്റ് ഒരു പ്രകാശമാണ്. അതായത് വൈറ്റിന് നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും അത് ഫുള്ളായിട്ട് വ്യാപിക്കും. അതാണ് വൈറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളെ കിച്ചണും വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, എനിക്ക് ആദ്യം ഇതിന് എതിർപ്പായിരുന്നു. പിന്നെ ഇവരിത് വൃത്തിക്ക് കൊണ്ട് നടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് കിച്ചണും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത ഒരു സംഭവമായി. ഇനി മഴക്കാലത്ത് നമുക്ക് കിച്ചണിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് പുറത്ത് ഷീറ്റ് മെയ്യാത്തത് കൊണ്ട് ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ട്. അത് ഇഷ്യൂ വേറെ ഒന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുകളിലെ കണ്ടോ ആ ഒരു പൈപ്പ് കണ്ടോ, ആ പൈപ്പിലെ വെള്ളം നേരെ വന്നിട്ട് ഇവിടെ ഈ സ്ലാബുമ്മ തട്ടി, ഈ സ്ലാബുമെന്ന് ഇവിടെ തെറിച്ച് ഇവിടുന്ന് ഡയറക്റ്റ് അങ്ങോട്ട് പോയി കിച്ചണിൽ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ഷീറ്റ് വേണം അല്ലേ. ഷീറ്റ് ഇട്ടാ പിന്നെ സെറ്റായി. പിന്നെ ഇതാണ് വേറൊരു ഇഷ്യൂ പറയുന്നത്. ഷീറ്റ് ഇട്ടാ ആ റൂമിക്ക് ചൂട് കുറയില്ലേ? ഇനി മുകളിലൊന്നും ഷീറ്റ് ഇടണ്ട. അല്ല, തിരുമ്പിയതൊക്കെ ഇവിടെ നീളത്തിലിട്ട് കഴിഞ്ഞാൽ തിരുമ്പാനുള്ളതൊക്കെ അങ്ങോട്ട് വെച്ചാൽ മതി. ഓക്കെ ഗൈസ്. പിന്നെ ഞാൻ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പറയുമ്പോൾ ഞാൻ അന്ന് അങ്ങനെ അത്രയ്ക്ക് കാര്യമാക്കിയില്ല. പക്ഷെ ഇപ്പോൾ ഇത് ഉപയോഗിക്കാതെ കാണുമ്പോൾ നമുക്കിതിപ്പോ വേണ്ടിയിരുന്നില്ല തോന്നുന്നു. നമ്മളെ വിളിച്ചിട്ട് കുറെ ആൾക്കാർ പറഞ്ഞില്ലേ, ഇത് ഇതുപോലെ അങ്ങനെ വെക്കാം. ഏത് ഈ അടുപ്പോലോ ഇതുപോലെ അങ്ങോട്ട് വെക്കാം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് നമുക്ക് കിട്ടും. പക്ഷെ ഇത് ഞാൻ ചെയ്യൂല. അതങ്ങനെയാണ്. ഒരു കിച്ചൺ എന്ന് പറയുമ്പോ ചുമര് വരില്ലല്ലോ, അപ്പൊ അങ്ങനെ വന്നിരുന്നു. പക്ഷെ അപ്പൊ നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മളെല്ലാം നോക്കി ചെയ്താലും നമ്മൾ താമസിച്ചാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാവും. അല്ല, ഈ ചുമരില്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്നും ഉണ്ടാവില്ല. ഈ ടേബിൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ വൃത്തി ഉണ്ടാവില്ലേ, അതൊരു രസം ഉണ്ടാവില്ലേ. ഇതിപ്പോ എന്താ വെച്ചാൽ ടേബിൾ സെന്ററിൽ ആ ഒരു സ്ഥലം ഉപയോഗിക്കാൻ പറ്റും. അത് കിച്ചൺ ഞാൻ ഉപയോഗിക്കും, നിങ്ങൾ ഉപയോഗിക്കാനായിട്ടാണ് അത്. ഞാൻ അതിനായിട്ട് മെയിനായിട്ട് എനിക്ക് ചാനൽ തന്നെ തുടങ്ങിയത്. അതിൽ നമുക്ക് ഗ്രില്ല് ചെയ്യണം, അതിൽ അൽഫാം ചൂടണം എന്നൊക്കെ പറഞ്ഞ എല്ലാ സെറ്റപ്പും അതിൻ്റെ ഉള്ളിലുണ്ട്. എന്തായാലും പറ്റും. പക്ഷെ ഞാൻ വെക്കില്ല. അവിടെ ഗ്യാസ് വെക്കുള്ളൂ. അടുപ്പ് ഇത് മതി. പിന്നെ ഇത്രയും നല്ല ചിമ്മണിക്കൂടൊക്കെ ഉണ്ടാക്കി പുകടുപ്പൊക്കെ വെച്ച് ഏറ്റവും നല്ല അടുപ്പ് വെച്ചിട്ട് അണക്ക് ഞാൻ. പിന്നെ ഇങ്ങനത്തെ ഗ്യാസ് ഒക്കെ എന്താ വെച്ചാല് നമ്മള് ഇതിപ്പോ നമ്മളെ ഫുൾ ടൈം ഇങ്ങനത്തെ ഗ്യാസ് യൂസ് ചെയ്യണോണ്ട് ചിലപ്പോ
തീയൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയണ കേക്കുണ്ട്. നമുക്ക് തരാൻ തീ കുഴപ്പമൊന്നുമില്ല. ഗ്യാസ് എന്നല്ല തീ വരുന്നു, പിന്നെ ഇങ്ങനെ തീ ഈ കുറയും. അടുപ്പ് ഇതൊക്കെ ഒരു ഇതൊക്കെ ഷോ കിച്ചണിലുള്ള അടുപ്പുകളാണ്. ഷോ കിച്ചണിലുള്ള അടുപ്പൊന്നല്ല, ഇതിലൊക്കെ അതേ സിസ്റ്റം തന്നെയാണ്. ഇത് ഏത് പൊട്ട് ആരാ എന്നെ ഉദാഹരണം ആരോ പറഞ്ഞു നാരി ഓക്കെ പിന്നെ ഓരോന്ന് പറഞ്ഞു വേണ്ട. എന്നോട് പറഞ്ഞ് എന്താ മുന്നിലിരുന്ന ക്യാമറ അടിച്ചൂല. ഞാൻ ആക്കെ വിശ്വസിച്ച് ഇങ്ങ് പൊട്ടത്തി നടക്കും. നാട്ടുകാരോട് പറയുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു കുട്ടിയുടെ അടിച്ചൂടെ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഈ അടുപ്പ് മാറ്റണം എന്ന് ഇവിടെ പറയുന്നത് വെച്ചാൽ എന്തായാലും ഞാൻ മാറ്റില്ല. കാരണം ആ അടുപ്പാട് ഇരുന്നോട്ട് എനിക്കത് വീഡിയോ എടുക്കാനും അത് ഗ്രില്ല് ചെയ്യാനും ഇതിലുള്ള ഉണ്ടാക്കിയാൽ മതി. അത്രയൊക്കെ തന്നെയാണ്. കോഴി ചുട്ടൊക്കെ ഇൻഷാല്ലാ നെക്സ്റ്റ് നമുക്ക് അതിൽ എന്തിടാ, അൽഫാം അല്ലേ? അൽഫാം പൊള്ളിക്കാം. ഞങ്ങള് പുറത്തു പോയി ഉണ്ടാക്കാം. നല്ല രസമുണ്ടായില്ലേ? അൽഫാം അവിടെ പൊള്ളിക്കാം, പിന്നെ മുകളിൽ പൊള്ളിക്കാം. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വീട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അറിയുക. പക്ഷെ നമുക്ക് വൈറ്റ് കിച്ചണൊന്നും ഒരിക്കലും ഒരു മൈനസ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അത് നമ്മൾ ഉപയോഗിക്കുന്നിടത്താണ്. കാരണം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു 4 മാസം എന്താ വെച്ചാല് നമ്മള് മുളകും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയി കഴിഞ്ഞാൽ അപ്പൊ തുടക്കണം, അല്ലെങ്കിൽ അതിമ പിടിക്കും. മറ്റാണെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് വന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്റെ അഭിപ്രായം എന്താ? 4 മാസം കഴിഞ്ഞിട്ട് എന്താണ് കിച്ചന്റെ പാട്? വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ആൾക്കാരും ഒന്നും പെരുമാറാനൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആൾക്കാർ ഒരു ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോ എന്തായാലും കിച്ചൺ എളുപ്പമാവും ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും അപ്പൊ തന്നെ വൃത്തിയാക്കണം. അതിന് ഏറ്റവും നല്ല ബെസ്റ്റ് എന്താ വെച്ചാൽ പുറത്ത് നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചറപറ പണികളുണ്ടല്ലോ, ഇപ്പൊ ഇതിൽ കൊടുക്കുന്ന പാത്രങ്ങൾ കൊണ്ടുപോയി കൂട്ടുന്ന പരിപാടിയൊക്കെ നമുക്ക് അവിടെ ഇട്ട് കഴുകി ഇത് വൃത്തിക്ക് കിച്ചൺ അല്ലേ ഒരു ഷോ കിച്ചൺ ആക്കിയിട്ട് മാറ്റണം ഗൈസ്. എന്നാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടി നല്ല വൃത്തിക്ക് യൂസ് ചെയ്യാം. അല്ലാതെ പൊരിപ്പം പണിയാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് വെച്ചാൽ നമ്മുടെ കിച്ചൺ പെട്ടെന്ന് നാശാവും. ഞങ്ങള് മാത്രല്ല വലിയ കുഴപ്പമില്ല. അപ്പൊ 4 മാസത്തെ നമ്മുടെ പരിപാടി കിച്ചന്റെ അവസ്ഥ ഇതാണ്. കുറേ ആൾക്കാർ പേഴ്സണലി ചോദിച്ച കാര്യമാണ്. പിന്നെ ഈ അടുപ്പിന്റെ കാര്യം കുറേ ആൾക്കാർ പറഞ്ഞാൽ അവിടെ നിന്ന് മാറ്റിയ സ്പേസ് കിട്ടും. പക്ഷെ അത് എൻ്റെ ഒരു നിർബന്ധ പ്രകാരം മാത്രമാണ് ആ കിച്ചൺ ആ ഒരു അടുപ്പായിട്ട് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു അടുപ്പ് കിച്ചണിൽ വേണമെന്നുണ്ടായിരുന്നു. വർക്ക് ഏരിയ നമുക്ക് വീട്ടിലില്ലാത്തതുകൊണ്ടാണ് കിച്ചണിൽ ഈ അടുപ്പ് വെച്ചത്. പിന്നീടാണ് തോന്നിയത് വർക്ക് ഏരിയ വേണമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിച്ചൺ ഇത്ര ഉണ്ടാകുന്നുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് വർക്ക് ഏരിയ തന്നെയാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇത്രയാണ് പ്ലാനിലെ കിച്ചണുള്ളൂ. ആ നിൽക്കുന്നത് വർക്ക് ഏരിയ ആയിരുന്നു. നമ്മളെല്ലാം പാടെ കൂട്ടിയിട്ട് ഒറ്റ കിച്ചൺ ആക്കിയതാണ്. പക്ഷെ അതിൽ വൈറ്റ് തീം വന്നുകൊണ്ടാണ് നമ്മൾ എന്താക്കിയത് ആ കിച്ചണ് കത്തിക്കാത്തത്. കത്തിച്ച് കഴിഞ്ഞാൽ ഇതിലോട്ടൊക്കെ എന്താവും പുക പിടിക്കുന്നുള്ളതുകൊണ്ട്. പക്ഷെ അവിടെ ആയാലും പുകയില്ലാത്ത അടുപ്പ് തന്നെ ഉണ്ടാക്കണം. അവിടെ ഗ്യാസ് വെച്ചാൽ മതി. പുകയില്ലാത്ത അടുപ്പാണെന്നുണ്ടെങ്കിലും വിറകടുപ്പാണെന്നുണ്ടെങ്കിലും വിറകിന് പൈസ കൊടുക്കണം. പിന്നെ ആ വിറക് ഇടാനുള്ള ഷീറ്റ് മേയാനൊരു അത് കൊടുക്കണം. പിന്നെ അതൊന്ന് ഇടക്കിടക്ക് ചെതല് കൊട്ടണം. അതൊക്കെ പണി തന്നെ. പിന്നെ ആ വിറക് അവിടെ ഇതാക്കി കൊണ്ടുവരണം. സിങ്കും ഒരു പാത്രം കഴിക്കേണ്ട സിങ്കും, അതായത് റഫ് യൂസിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ സെറ്റ് ചെയ്യണം ഗൈസ്. ഇരുമ്പിന്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഈ അടുപ്പും കൊണ്ടുള്ളിലാ വെച്ച്. അപ്പൊ അത് എപ്പോഴേലും എടുക്കണം. പിന്നെ ഇതിന്റെ ഉള്ളിൽ അത്യാവശ്യം സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഞാൻ കിച്ചണിലേക്ക് സെറ്റ് ചെയ്യണം. പിന്നെ വലിയ വലിയ എപ്പോഴേലും ആവശ്യമുണ്ടാവും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് പരിപാടികൾ അതൊക്കെയാണ്. ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. 4 മാസത്തിൽ നമ്മൾക്ക് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ പിന്നെ നമ്മുടെ നിർബന്ധ പ്രകാരം ചെയ്തതാണ്, അല്ലാതെ കിച്ചണിന് ഇടങ്ങാറാക്കാനുള്ള ഒരു പരിപാടിയല്ല. ഓക്കെ, എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. കല്യാണ വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം അല്ലേ.